നമസ്കാരം. ഇടയ്ക്കിടയ്ക്ക് ദാഹം വരുന്നു, അല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും ദാഹം തീരുന്നില്ല എന്നുള്ളതും അസഹ്യമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രമേഹത്തിൻ്റെ ആരംഭ ലക്ഷണമാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കടന്നു വരുന്ന ഒരു അതിഥിയാണ് പ്രമേഹം എന്നുള്ളത്. ഇതിന് കാരണം തന്നെ നമ്മൾ തുടക്കത്തിൽ കാണിക്കുന്ന പല ലക്ഷണങ്ങളും അവഗണിക്കപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ കാണിക്കുന്ന പലവിധ ലക്ഷണങ്ങളെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാൻ പറ്റും. അങ്ങനെ ചികിത്സിക്കാൻ പറ്റുന്ന 4 കൂട്ടുകളാണെന്ന് പരിചയപ്പെടുന്നത്. അത് നമുക്ക് വളരെ സേഫായിട്ട് തുടക്ക സമയത്ത് തന്നെ അതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നും നല്ല കുറച്ച് ആഹാര രീതികളും കൂടെ പരിചയപ്പെട്ടാലോ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ ഒന്നാമത്തേത് ഞാവൽപ്പഴത്തിൻ്റെ കുരുവാണ്. ഇത് നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ഈ പ്രമേഹ രോഗ സാധ്യതയെ ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. കുരു നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂണ് തേനിൽ ചേർത്തൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരം പ്രമേഹമുള്ള ആളുകൾ നമുക്ക് നല്ല തേനാണോ കിട്ടുന്നതെന്നറിയില്ല, അതുകൊണ്ട് അത് വേണ്ട. അതിന് പകരം ഇത് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാവുന്നതാണ്. വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചോ ഒക്കെ തന്നെ കുടിക്കാവുന്നതാണ്. ആ രീതിയിൽ കഴിക്കാം. ഇനി രണ്ടാമത്തേത് ഫെനുഗ്രീക്ക് സീഡ്സ് അല്ലെങ്കിൽ ഉലുവയാണ്. ഉലുവ തന്നെ നമുക്ക് ശരീരത്തിൽ ഒരുപാടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട്. ഇത് നമ്മുടെ മുഴുവനായിട്ടുള്ള ബോഡിക്ക്, ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തിനും ചർമ്മത്തിന് വരുന്ന പ്രശ്നങ്ങൾക്കും ഒക്കെ തന്നെ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗമാണ് ഉലുവ. ഉലുവ 1 സ്പൂണ് 1 കപ്പ് വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ച് അത് രാത്രി കുതിർത്ത് വെച്ച ഉലുവ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഷുഗർ ലെവൽ പലപ്പോഴും ഇൻസുലിനൊക്കെ എടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡയറ്റിലേക്ക് പുതിയൊരു കാര്യത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി അതുപോലെ മൂന്നാമത്തേത് ബാർലിയാണ്. ബാർലി ഉപയോഗിക്കുന്ന സമയത്തായാലും നമുക്ക് ബാർലി പൊടി കിട്ടും. ബാർലിപ്പൊടി 1 ടീസ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അല്പം ഒന്ന് കുറുക്കിയെടുത്തിട്ട് അത് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. ഇത് പ്രമേഹ രോഗ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം കൂടിയാണ്. ഇനി അതുപോലെ മുഴുവനായിട്ടുള്ള ബാർലി ആണെങ്കിൽ അത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ചോറ് തന്നെ കഴിക്കാൻ ഉപയോഗിക്കാം. നാലാമത്തേത് ചിറ്റമൃതാണ്. ചിറ്റമൃത് തന്നെ ഒരു ചെറുവിരലിൻ്റെ വലുപ്പത്തിലുള്ള ചിറ്റമൃത്, കാട്ടമൃതല്ല. നമ്മൾ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ചിറ്റമൃത് എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ച് 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ കോഫിയോ ടീയോ കുടിക്കുന്ന സമയത്ത് ഈ ഒരു ഹെർബൽ ടീ കുടിക്കുന്നതും ഒട്ടനേകം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. കൂടെ നമുക്ക് ഈ ഡയബറ്റീസ് എന്നുള്ളൊരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാര മാർഗം കൂടെയാണ്. ഏറ്റവും പഥ്യമായിട്ടുള്ള കാര്യം വ്യായാമമാണ്. ചെരുപ്പും കുടയും ഇല്ലാതെ സന്യാസിമാരെ പോലെ തന്നെ ജിതേന്ദ്രിയനായി ദിവസവും 100 യോജന കാൽനടയായിട്ട് യാത്ര ചെയ്താൽ പ്രമേഹ ശമനം ഉണ്ടാവുമെന്ന് ചക്രദത്തൻ അനുശാസിക്കുന്നുണ്ട്. ദിവസവും 45 മിനിറ്റ് നേരത്തെ കൈവീശിക്കൊണ്ടുള്ള വേഗത്തിലുള്ള നടത്തം ധാരാളം രോഗങ്ങൾക്ക് പ്രയോജനപ്രദമാണ്. ആഹാരത്തിലാകട്ടെ മോര്, ചെറുപയർ ചേർത്തുണ്ടാക്കുന്ന രസം, എണ്ണയും തേങ്ങയും ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന രസം, നെല്ലിക്ക, മഞ്ഞൾ, പടവലം, മലര് ഇവയൊക്കെ നമുക്ക് കൂടുതലായിട്ട് കഴിക്കാം. പകലുറക്കം, വ്യായാമമില്ലായ്മ ഇവ ആദ്യം തന്നെ ഒഴിവാക്കണം. അതുപോലെ തൈര്, നെയ്യ്, മത്സ്യം, മാംസം, പഞ്ചസാര, ശർക്കര അരച്ചുണ്ടാക്കുന്ന ആഹാരം, പൂവൻപഴം, തേങ്ങ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവയും ആഹാരത്തിൽ നിന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മധുരം തീർത്തും ഒഴിവാക്കുക. ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞ രീതിയിലാക്കാൻ ശ്രമിക്കുക. 5 കൂവളത്തിൻ്റെ ഇല അരച്ച് ഉരുട്ടി അത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാക്കിയിട്ട് രാവിലെ കഴിക്കുന്നത് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ത്രിഫല, മഞ്ഞൾ, ഞാവൽത്തൊലി, നാൽപ്പാമരത്തൊലി, നീർമാതളത്തൊലി, ചെറുള വേര്, പാച്ചോറ്റി തൊലി ഇവ ഒന്നിച്ചോ അല്ലെങ്കിൽ ഇവയിൽ ലഭ്യമായ 3 മരുന്നുകൾ തുല്യ അളവിൽ ഏകനായകവുമായി ചേർത്ത് കഷായം വെച്ച് കഴിച്ചാൽ പ്രമേഹം ശമിക്കാൻ നല്ലതാണ്. അതുപോലെ കന്മദം പൊടിച്ചത് 5 ഗ്രാം വീതം സേവിക്കുന്നത് പ്രമേഹ ശമനത്തിന് നല്ലതാണ്. തേൻ ചേർക്കേണ്ട യോഗങ്ങളിൽ വിശ്വാസയോഗ്യമായത് ചെറുതേനാണ് ഉപയോഗിക്കേണ്ടത്. ഏകനായകത്തിൻ്റെ വേര്, തേറ്റുംപരൽ എന്നിവ തുല്യ അളവിൽ പൊടിച്ച് 2 ടേബിൾ സ്പൂൺ വീതം 2 നേരം കഴിക്കാൻ പറയാറുണ്ട് പ്രമേഹത്തിന്. അതുപോലെ ഏകനായകവും പച്ചമഞ്ഞളും 20 ഗ്രാം പുളിക്കാത്ത മോരിൽ തുല്യമായ അളവിൽ അരച്ച് 2 നേരം കഴിച്ച പ്രമേഹം കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ പുളിയരി തൊണ്ട്, അതുപോലെ നെല്ലിക്ക ഇവ കഷായം വെച്ച് 50 മില്ലി വീതം 1 ടീസ്പൂൺ ഞവര അരിയുടെ തവിടും ചേർത്ത് 2 നേരം കഴിച്ചാലും പ്രമേഹ രോഗത്തെ തടയാൻ പറ്റും. മുരിക്കിൻ്റെ തൊലി 20 ഗ്രാം മോരിലോ തേനിലോ ചേർത്ത് സേവിക്കുന്നതും ഹിതമാണ്. പച്ചമഞ്ഞൾ, പച്ചനെല്ലിക്ക ഇവയുടെ നീര് 25 മില്ലി വീതം ആവശ്യത്തിന് തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം. നെല്ലിക്ക ഇടിച്ചു പിഴിഞ്ഞ് 1 ഔൺസ് നീരിൽ 2 സ്പൂണ് വരട്ട് മഞ്ഞളുടെ പൊടി ചേർത്ത്
ചേർത്ത് സേവിക്കുന്നതും പച്ചനെല്ലിക്കയും മഞ്ഞളും തുല്യമായി ചേർത്തരച്ച് 20 ഗ്രാം വരെ രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നതും ഏറെ ഉത്തമമാണ്. പച്ചനെല്ലിക്കയുടെ പ്രയോഗങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ചിറ്റമൃതിന്റെ നീര് 25 മില്ലി തേൻ ചേർത്തിട്ട് കഴിക്കുന്നത്, വെറും വയറിൽ കഴിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് യോഗങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊരു കാര്യം പുതിയതായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുമ്പോൾ ഡോക്ടറെ സമീപിച്ചിട്ട് ചെയ്യാവുന്നതാണ്. കാരണം മറ്റുള്ള എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലാവരുത് ഒരു മരുന്ന് പ്രയോഗങ്ങളും തന്നെ. പ്രമേഹ രോഗികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കറിവേപ്പില നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പലപ്പോഴും കറിവേപ്പിലയെ നിസ്സാരമായിട്ട് നമ്മൾ എടുത്ത് പുറത്ത് കളയാറുണ്ട്. അതിന് പകരം അതൊന്ന് ഉള്ളിലേക്ക് എടുത്തു നോക്കൂ, വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏറെ സഹായിക്കും. അതിനൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ള നല്ല ശുദ്ധമായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ ഒരു തണ്ട് അല്പം അധികം മൂക്കാത്തതായിട്ട് എടുത്തിട്ട് ചവച്ചരച്ച് കഴിക്കുന്നതോ അതല്ലെങ്കിൽ മോരിൽ കലക്കി കുടിക്കുന്നതോ, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്കയും ഈ കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതോ ഒക്കെ തന്നെ ഏറെ നല്ലതാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് നമ്മൾ സുഗന്ധവ്യഞ്ജനമായിട്ട് ഉപയോഗിക്കുന്ന സിലോൺ സിന്നമൺ എന്നുള്ള കറുവപ്പട്ട ഉപയോഗിക്കുന്നത് ഇത്തരം അമിതമായിട്ടുള്ള ഈ ഒരു ഷുഗർ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനും തന്നെ ഇത് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ള പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സിലോൺ സിന്നമൺ തന്നെ തിരഞ്ഞെടുക്കുകയും അത് വളരെ ചെറിയൊരു പീസ് ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നതും ഇത് കുറയ്ക്കാൻ ഏറെ സഹായകരമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ പൊടി തേനും ചേർത്ത് കഴിക്കാവുന്നതുമാണ്. പലർക്കും അത്ര ഇഷ്ടമില്ലാത്ത പച്ചക്കറിയാണല്ലേ പാവയ്ക്ക. പ്രമേഹ രോഗികൾ ഇതിലും നല്ലൊരു മരുന്ന് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. പാവയ്ക്കയിലെ പല പോഷകങ്ങളും ശരീരത്തിന് വളരെ ഗുണകരമാണ്. ശരീരത്തിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് പാവയ്ക്കുണ്ട്. പഞ്ചസാരയുടെ ഊർജ്ജമാക്കി മാറ്റുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രമേഹമുള്ളവർ പാവയ്ക്ക വെറുതെ ചവച്ചരച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇത് ഡയറ്റിൽ ഉപ്പേരി രൂപത്തിലോ മെഴുക്കുവരട്ടി രൂപത്തിലോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. പലപ്പോഴും ശ്രദ്ധിക്കുക, ഏത് പച്ചക്കറിയാണെങ്കിലും അത് റോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാതെയൊക്കെ അതുപോലെ പച്ചയ്ക്ക് ജ്യൂസ് അടിച്ചൊരളവിൽ കൂടുതൽ കുടിക്കുന്നത് പലവിധ രാസപ്രക്രിയകൾ നടക്കാനും അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് തന്നെ ലൈംഗിക തൃഷ്ണ കുറയ്ക്കാനാണ് ഇത് സഹായിക്കുന്നത്. അതുമാത്രമല്ല, വിശപ്പ് അധികമായിട്ടുണ്ടാവുകയും അല്ലെങ്കിൽ നമുക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ എപ്പോഴും പ്രകടമാവുകയും മുറിവുണങ്ങാനുള്ള കാലതാമസം നിങ്ങളുടെ രക്തത്തിലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പതിവായി അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ചെറിയ മുറിവുകൾ പോലും ഭേദമാക്കുന്നതിന് കാലതാമസം നേരിടുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രമേഹ ലക്ഷണമാണ്. ഇത് മാത്രമല്ല, ചർമ്മത്തിലെ നിറം മാറുന്നത്, നമ്മുടെ കഴുത്ത്, കക്ഷം, അടിവയർ തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട നിറം, പെട്ടെന്ന് കാണപ്പെടുന്ന അത്തരം നിറങ്ങൾ ഇൻസുലിൻ പ്രതിരോധത്തിന്റെ സൂചകങ്ങളായിട്ടും പറയാറുണ്ട്. അതുപോലെ ചില കാഴ്ച പ്രശ്നങ്ങൾ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നത് നമ്മുടെ കാഴ്ചശക്തിയെ ബാധിക്കുകയും ഇടയ്ക്കിടയ്ക്ക് കണ്ണട മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. പെട്ടെന്നുള്ള ഒരു ശരീരഭാരവും ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗ്ലൂക്കോസ് ശരിയായി ഉപയോഗിക്കുവാൻ കഴിയാത്തപ്പോഴാണ് ഇത് ശരീരത്തിലെ കൊഴുപ്പ് ശേഖരണം തകർക്കും. ഇത് നമ്മൾ ഒട്ടും ശ്രമിക്കാതെ തന്നെ നമ്മുടെ ശരീരഭാരം കൂട്ടാനുള്ള ഒരു കാരണമാകും. പതിവായിട്ടുണ്ടാകുന്ന അണുബാധകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നതിന്റെ പ്രാഥമിക ഫലങ്ങളിൽ ഒന്നാണ് വൃക്കയുടെ തകരാറ്. ഇത് നമ്മുടെ മൂത്രനാളിയിലെ അണുബാധ, ഈസ്റ്റ് അണുബാധ, ഇത് ആവർത്തിച്ചുണ്ടാവാൻ കാരണമാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പതിവായിട്ടുള്ള ക്ഷീണം തോന്നുക അല്ലെങ്കിൽ മൂത്രശങ്ക ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ തന്നെ നമുക്ക് പ്രകടമാകുന്ന ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ ചികിത്സിക്കാൻ പറ്റും. അതിന് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയാലും മതി എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒരു വീട്ടിൽ ഒരാൾ എന്നുള്ള രീതിയിലെങ്കിലും പ്രമേഹ രോഗിയായിരിക്കും അല്ലെങ്കിൽ പ്രമേഹ രോഗ സാധ്യതയുള്ളവരായിരിക്കും. വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ആരോഗ്യപരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി.